വിമാനയാത്രക്കാരെ ബാധിക്കുന്ന മിന്നൽ സമരങ്ങൾ നിരോധിക്കാൻ നിയമം കൊണ്ടുവരണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മിന്നൽ സമരം മൂലം യാത്ര മുടങ്ങിയവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും പ്രസിഡന്റ് സി ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. മെയ് 8, 9 തീയതികളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ മിന്നൽ സമരം മൂലം ഗൾഫ് സെക്ടറിൽ അമിത വിമാന നിരക്ക് നൽകിയ യാത്രക്കാർക്കുണ്ടായ നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ആവശ്യപ്പെട്ടു. കപ്പൽ സർവീസ് എത്രയും നേരത്തെ ആരംഭിക്കണമെന്നും സംഘടന ആവശ്യമുന്നയിച്ചു. ഈ ആവശ്യങ്ങൾ അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി, കേരള ഗോവ ഗവർണർമാർ, വ്യോമയാന മന്ത്രി, വിദേശകാര്യ സഹമന്ത്രി, DGCA, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, കേരള മുഖ്യമന്ത്രി, നോർക്ക മാരിടൈം ബോർഡ് ചെയർമാൻ എന്നിവർക്ക് MDC പ്രസിഡന്റ് സി ചാക്കുണ്ണി, UAE കോർഡിനേറ്റർ CA ബ്യൂട്ടി പ്രസാദ് എന്നിവർ നിവേദനം സമർപ്പിച്ചതായും സി ചാക്കുണ്ണി പറഞ്ഞു. ഇത്രയും വലിയ ഒരു മിന്നൽ സമരം ഉണ്ടായിട്ട് അത് സെറ്റിലാക്കാൻ വേണ്ടി സാധാരണ ഒരു തൊഴിൽ സമരത്തിൻ്റെ ആഗ്രഹത്തോടെയാണ് ഒരു ലേബർ ജോയിന്റ് കമ്മീഷനെ ചുമതലപ്പെടുത്തിയത്. നേരത്തെ തന്നെ DGCA മറ്റ് ബന്ധപ്പെട്ട ഇടപെട്ടെങ്കിൽ നേരത്തെ തീർക്കാമായിരുന്നു. ഇനിയെങ്കിലും കേരള സർക്കാർ വളരെയധികം മുന്നോട്ട് പോയി പുരോഗമിച്ച കപ്പൽ സർവീസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇത്തരം സന്ദർഭങ്ങളിൽ വളരെയധികം അനുഗ്രഹമാവും. സമരം പിൻവലിച്ച ദിവസങ്ങൾ പിന്നിട്ടിട്ടും വിമാനം റദ്ദ് ചെയ്യലും വൈകലും തുടരുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുകയാണ്. മിന്നൽ സമരം മുൻകൂട്ടി ബന്ധപ്പെട്ടവർ അറിഞ്ഞില്ല എന്നതും അറിഞ്ഞിട്ടും വ്യോമയാന മന്ത്രാലയവും DGCAയും ഇടപെടാതെ സാധാരണ തൊഴിൽ സമരം കൈകാര്യം ചെയ്യുന്ന ലാഘവത്തോടെ ലേബർ കമ്മീഷണറെ മാത്രം ചുമതലപ്പെടുത്തി വിട്ടുനിന്നതുമാണ് പ്രശ്നം സങ്കീർണമാക്കിയതെന്നും സി ചാക്കുണ്ണി പറഞ്ഞു. ഇത്തരം സമര രീതി യാത്രക്കാരെ മാത്രമല്ല കാർഗോ, കാർഷിക, ടൂറിസം, ചികിത്സാ മേഖലകളിലെ എല്ലാം പ്രതികൂലമായി ബാധിക്കുമെന്നും ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘന സമരം ആവർത്തിക്കാതിരിക്കാൻ ഫലപ്രദമായ നടപടികൾ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നിവേദനം സമർപ്പിച്ചതെന്നും സി ചാക്കുണ്ണി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.